ഹായ് കൂട്ടുകാരെ, ശബരിമലയെക്കുറിച്ച് അറിയാത്തവരാരും തന്നെ ഇല്ല അല്ലേ? മകരവിളക്കിന് ശേഷവും രണ്ടാം മകരവിളക്ക് മഹോത്സവം കൊണ്ടാടുന്ന മറ്റൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. നമ്മുടെ ശബരിമലയുടെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ പെരുന്നാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കക്കാട്ടുകോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊന്ന് അറിഞ്ഞാലോ? പെരുന്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ആരാധനാലയമാണ് കക്കാട്ടുകോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നല്ലോ. ശബരിമലയും പന്തള രാജവംശവുമായി അടുത്ത ബന്ധമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ശബരിമല ധർമ്മശാസ്താവിൻ്റെ മധ്യസ്ഥമായി ഈ ക്ഷേത്രം കണക്കാക്കുന്നു. പന്തളത്ത് നിന്ന് അയ്യപ്പൻ ശബരിമലയിലേക്ക് പോകുമ്പോൾ വിശ്രമിക്കുന്ന സ്ഥലമാണിത്. പന്തളം രാജവംശത്തിൻ്റെ ഒരു ശാഖ കക്കാട്ടാറ്റോരത്ത് താമസിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കൊട്ടാരത്തെയാണ് കോയിക്കലെന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ ഈ കൊട്ടാരത്തിൻ്റെ ഭാഗമായിരുന്ന ക്ഷേത്രമായതിനാലാണ് കക്കാട്ട് കോയിക്കൽ ശാസ്താ ക്ഷേത്രം എന്ന് പേര് വന്നത്. അയ്യപ്പൻ തൻ്റെ ബാല്യകാലത്ത് വേട്ടയ്ക്കായും മറ്റും കാട്ടിലേക്ക് പോകുമ്പോൾ ഈ പ്രദേശത്ത് എത്താറുണ്ടായിരുന്നു അത്രേ. ഇതിൻ്റെ ഐതിഹ്യം അങ്ങനെയാണ് പറയുന്നത്. അന്ന് ഈ പ്രദേശം കൊടും കാടായിരുന്നു. പന്തളം രാജാവിന് അയ്യപ്പനോടുള്ള സ്നേഹസൂചകമായി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം തിരുവാഭരണാഘോഷ യാത്രയാണ്. പന്തളത്ത് നിന്ന് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന തിരുവാഭരണങ്ങൾ മകരവിളക്ക് കഴിഞ്ഞ് മടക്കയാത്രയിൽ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അന്ന് ഇവിടുത്തെ രണ്ടാമത്തെ മകരവിളക്ക് ഉത്സവം കൂടിയാണ് കേട്ടോ. ശാന്തസ്വരൂപനായ ധർമ്മശാസ്താവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കക്കാട്ടാറിനും പമ്പ നദിക്കും മധ്യയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഉത്സവം രണ്ടാം മകരവിളക്ക് മഹോത്സവമായി കൊണ്ടാഘോഷിക്കുന്നു. അയ്യപ്പൻ്റെ ആഭരണങ്ങൾ നേരിട്ട് കാണുവാനും തൊഴുത് പ്രാർത്ഥിക്കുവാനും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കാരണം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മലദൈവങ്ങളെയും ആരാധിക്കാറുണ്ട്. കറുപ്പുസ്വാമി, കൊച്ചുകടുത്തുസ്വാമി എന്നിങ്ങനെയുള്ള മലദൈവങ്ങളെയും. പ്രധാന വഴിപാടുകൾ നെയ്യഭിഷേകം, നീരാഞ്ജനം, അരവണിയും അപ്പവും, ഉഷപൂജയും ഉച്ചപൂജയും പുഷ്പാഭിഷേകവുമാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് മകരവിളക്ക് ഉത്സവം. ഇതുകൂടാതെ മണ്ഡലകാലം, കൊടിയേറ്റ്, പങ്കുനി ആഘോഷം എന്നിവയും നടത്താറുണ്ട്. അയ്യപ്പൻ്റെ ജന്മനക്ഷത്രമായ ഉത്രനാളിൽ നടത്തുന്ന പ്രത്യേകതരം പൂജയും ആഘോഷവുമാണ് ഈ പങ്കുനി ആഘോഷം. കക്കാട്ടുകോയിക്കൽ ക്ഷേത്രത്തിൻ്റെ അയ്യപ്പസ്വാമിയുടെ പ്രധാന ശ്രീകോവിലിന് സമീപമായി തന്നെ മാളികപ്പുറത്തമ്മയും സ്ഥിതി ചെയ്യുന്നു. പെരുന്നാട് നിവാസികൾക്ക് ഈ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം ശബരിമല പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ ഒരു ഉത്സവം ശബരിമലയെ അയ്യപ്പനെ സ്ത്രീകൾക്ക് നേരിട്ട് കാണുവാൻ കൂടിയുള്ള ഒരവസരം കൂടിയാണ്. മാളികപ്പുറത്തമ്മയെക്കുറിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഐതിഹ്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ, ബൈ ബൈ.